നമസ്കാരം, എഡുഗ്രാസ്പിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നടന്ന പരീക്ഷയുടെ ഒരു ചോദ്യപേപ്പറാണ് വായിക്കുന്നത്. നമ്മുടെ ഡ്രൈവർ എക്സാമാണ് ഇന്ന് നടന്നത്. ഒന്നാമത്തെ ചോദ്യം: നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവങ്ങളുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ ഇല്ലാതാനും ആരുടെ വാക്കുകളാണിത്? അപ്പോൾ ഇതൊക്കെ സ്കൂൾ ടെക്സ്റ്റ് ആണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി, മഹാത്മാഗാന്ധിജിയാണ്. രണ്ടാമത്തെ ചോദ്യം: ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ ദിവസം എന്നാണ്? നവംബർ 26 അല്ലേ? മൂന്നാമത്തെ ചോദ്യം: വൈകുണ്ഠസ്വാമിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ കണ്ടെത്തുക എന്നാണ് ചോദ്യം. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണമെന്ന് വിളിച്ചു, അത് ശരിയാണ്. പ്രാചീന മലയാളം എന്ന് പറഞ്ഞത് എന്താണ്? തെറ്റാണ്. ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. വേല ചെയ്താൽ കൂലി കിട്ടണം, അത് വൈകുണ്ഠസ്വാമികളുടെയാണ്. കേരളത്തെ ഭ്രാന്താലയം അത് വിളിച്ചതാരാണ്? സ്വാമി വിവേകാനന്ദൻ. അപ്പോൾ ഓപ്ഷൻ 1ഉം 3ഉം ശരിയാണ്. ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആൻസർ. നാലാമത്തെ ചോദ്യം: ശ്രീനാരായണ ഗുരു അവസാനം നടത്തിയ പ്രതിഷ്ഠ എവിടെയാണ്? ഓപ്ഷൻ ഡി ആണ്, കളവൻകോടാണ്. പഠിച്ചു വെക്കുക. അഞ്ചാമത്തെ ചോദ്യം: പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഒന്നാം ലോക മഹായുദ്ധത്തിൽ യുദ്ധവിരുദ്ധ ജാഥ നടത്തി, അത് കറക്റ്റാണ്. പിന്നീട് ഏതാണ്? സാമൂഹ്യ പിന്നാക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണെന്ന് അത് പറഞ്ഞത് പൊയ്കയിൽ യോഹന്നാനല്ല അല്ലേ? അത് പറഞ്ഞതാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് അല്ലേ? അതുപോലെ തന്നെ മൂന്നാമത്തെ ഓപ്ഷൻ പാട്ടുകളിലൂടെയാണ് തൻ്റെ ആശയം പ്രചരിപ്പിച്ചത്, അത് ഓപ്ഷൻ ശരിയാണ്. വില്ലുവണ്ടി യാത്രക്കാരുടെ അയ്യങ്കാളി. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ 1ഉം 3ഉമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ്. ആറാമത്തെ ചോദ്യം: ആധുനിക കാലഘട്ടത്തിൽ കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന മിഷണറി സംഘങ്ങൾ. ഒന്നാമത്തെ ഓപ്ഷൻ ഏതാണ്? ലണ്ടൻ മിഷണറി സൊസൈറ്റി, ശരിയാണ്. അതുപോലെ തന്നെ ഓപ്ഷൻ മൂന്നാമത്തെ ബാസൽ ഇവഞ്ചലിക് മിഷൻ, ഇതും കറക്റ്റാണ്. അപ്പോൾ 1ഉം 3ഉമാണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് ഇവിടെ ഉത്തരം. ഏഴാമത്തെ ചോദ്യം: കേരളത്തിലെ നവോത്ഥാന നായകരും അവർ സ്ഥാപിച്ച പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച ശരിയായ ജോഡി. വക്കം അബ്ദുൽ ഖാദർ മൗലവി ഏതാണ്? സാധുജന പരിപാലന സംഘമാണ് അല്ലേ? വക്കം അബ്ദുൽ ഖാദർ മൗലവി ഏതാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി കേരള മുസ്ലിം ഐക്യ സംഘമാണ്. മാറിപ്പോയതാണ്, കേരള മുസ്ലിം ഐക്യ സംഘമാണ്. അതുപോലെ തന്നെ അയ്യങ്കാളിയാണ് 1907 സാധുജന പരിപാലന സംഘം. വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജമാണ്. ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം. അപ്പോൾ ഇവിടെ വരുന്നത് 1 ഡി ആണ്, 1 ഡി. അതുപോലെ തന്നെ 2 സി ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഉത്തരം വരുന്നത് 3 എ വരും, 4 ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. എട്ടാമത്തെ ചോദ്യം: 1940 ജൂലൈ 31 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായുള്ള ബന്ധം അല്ലേ? ഇത് സ്കൂൾ ടെക്സ്റ്റ് അതുപോലെ കിടപ്പുണ്ട്. ഓപ്ഷൻ സി ആണ്. ഉദ്ധം സിംഗിനെയാണ് വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത് 1940 ജൂലൈ 31. ഒൻപതാമത്തെ ചോദ്യം: താഴെ പറയുന്നതിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാകുന്ന മേഖല ഏതാണ്? പ്രാഥമിക മേഖലയാണ് അല്ലേ? നമ്മുടെ സാമ്പത്തിക മേഖലയിൽ ഏറ്റവും പ്രാഥമിക മേഖലയിലാണ് തൊഴിലവസരങ്ങൾ കൂടുതലായിട്ട്. കൃഷി, ഖനനം, വനപരിപാലനം അല്ലേ? പത്താമത്തെ ചോദ്യം: 2011-12 സാമ്പത്തിക സർവേ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കുറവ് ദാരിദ്ര്യമുള്ള സംസ്ഥാനം. ഓപ്ഷൻ ഡി ആണ്, ഹിമാചൽ പ്രദേശാണ്. പഠിച്ചു വെക്കണം. ഓപ്ഷൻ ഡി, ഹിമാചൽ പ്രദേശ്. 11ാമത്തെ ചോദ്യം: പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ഒന്നാം പഞ്ചവത്സര പദ്ധതി എന്താണ്? കാർഷിക മേഖലയുടെ സമഗ്ര വികസനം. അപ്പോൾ 1 ബി ആണ് വരുന്നത്. രണ്ടാം പഞ്ചവത്സര പദ്ധതി ഏതാണ്? വ്യവസായിക വികസനമാണ്. 2 സി ആണ് വരുന്നത്. മൂന്നാം പഞ്ചവത്സര പദ്ധതിയോ ഭക്ഷ്യം സ്വയം പര്യാപ്തത. അപ്പോൾ 1 ബി 2 സി ആണ്. 1 ബി 2 സി ആണ് വരുന്നത്. അത് ഓപ്ഷൻ ഏതാണ്? 1 ബിയും 2 സിയും വരുന്ന ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഏതാ? ഓപ്ഷൻ സി തന്നെയാണ് അല്ലേ? 1 ബി 2 സി 3 ഡി ആണ് വരുന്നത് അല്ലേ? ഭക്ഷ്യം 4 സ്വാശ്രയത്വം. അപ്പോൾ ഓപ്ഷൻ സി ആണ്. 12ാമത്തെ ചോദ്യം: മാനവ വികസന സൂചികയുമായി ബന്ധപ്പെട്ട ശരിയായ വിവരങ്ങൾ. അപ്പോൾ UNDP ആണ് ഇത് തയ്യാറാക്കുന്നത്, ശരിയാണ്, വളരെ കറക്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു വിവരങ്ങളെന്ന് പറയുന്നത് ആയുർ ദൈർഘ്യം. അതും ആരാണ്? ഈ പറഞ്ഞ മാനവ വികസന സൂചികയുമായി ബന്ധപ്പെട്ട കാര്യം. ആയുർ ദൈർഘ്യവും UNDP ആണ് ഇത് തയ്യാറാക്കുന്നത്, അതുമാണ് കറക്റ്റ്. അപ്പോൾ 1ഉം 3ഉമാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? കറക്റ്റായിട്ട്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 13ാമത്തെ ചോദ്യം: കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത. ഓപ്ഷൻ സി ആണ്, മിന്നുമണിയാണ്. 14ാമത്തെ ചോദ്യം: ബ്രിട്ടീഷ് ഭരണകാലത്ത് വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ നികുതി വ്യവസ്ഥയാണ് ചോദിച്ചത്.
ഇപ്പോൾ ബ്രിട്ടീഷ് ഭരണകാലത്ത് വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ നടപ്പാക്കിയ നികുതി വ്യവസ്ഥ ഏതെന്നാണ് ചോദ്യമായിട്ട് വരുന്നത്. അപ്പോൾ നമുക്കറിയാം ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ ഭാഗങ്ങളിൽ ഏതാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. അപ്പോൾ വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയാണ് ചോദിച്ചത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി മഹൽവാരി സമ്പ്രദായം. അപ്പോൾ ദക്ഷിണേന്ത്യയിലാണെങ്കിൽ റൈറ്റ് വാരി സമ്പ്രദായം. 15ാമത്തെ ചോദ്യം, ബ്രിട്ടീഷ് ഭരണത്തിന് കൂടുതൽ വില ലഭിക്കുന്ന കാർഷിക വിളകളും അത് കൂടുതലായി കൃഷി ചെയ്യുന്ന ഇന്ത്യൻ പ്രദേശങ്ങളുമാണ് പറയുന്നത്. ഒന്നാമത്തെ ഓപ്ഷൻ കരിമ്പ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന എവിടെ? ഉത്തർപ്രദേശാണ്. അപ്പോൾ 1 സിയിലോട്ട് വരാം. അതുപോലെ തന്നെ തേയില ആസാമിലാണ്, 2 ഡിയിലോട്ട് വരാം. ചണം വരുന്ന ഏതാണ്? ബംഗാളിലാണ്, 3 ബി ആണ്. ഗോതമ്പ് പഞ്ചാബാണ്. അപ്പോൾ 1 ഡി വരുന്ന ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ എ ആണ്. അങ്ങനെ വെച്ച് നമുക്ക് ഉത്തരം കണ്ടെത്താം അല്ലേ? അപ്പോൾ അതാണ് കറക്റ്റ് ഉത്തരം. 16ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന പ്രസ്താവനകൾ ശരിയേത്? സ്ഥാനാർത്ഥികളെ നാമനിർദ്ദേശം ചെയ്യുന്നു, അത് തെറ്റാണ്. സുപ്രീം കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് തെറ്റാണ്. പുതിയ രാഷ്ട്രീയ പാർട്ടികൾ തെറ്റാണ്. വോട്ടർ പട്ടിക തയ്യാറാക്കുന്നു. അപ്പോൾ 4 മാത്രമാണ് ശരി. അടുത്ത 17ാമത്തെ ചോദ്യമാണ്, ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ 1953 അല്ലേ? ഓപ്ഷൻ സി ആണ് ഉത്തരം. 18ാമത്തെ ചോദ്യം, നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നേതൃത്വം വഹിച്ചത് ആരാണ്? ഓപ്ഷൻ ഏതാണ്? നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം വഹിച്ചത് ആരാണ്? ഓപ്ഷൻ ഡി ആണ്, സർദാർ വല്ലഭായ് പട്ടേലാണ്. 19ാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യത്തിനു ശേഷം ഇന്ത്യ ഏത് രാജ്യത്തു നിന്നാണ് പഞ്ചവത്സര പദ്ധതി എന്ന ആശയം സ്വീകരിച്ചത്? ഓപ്ഷൻ ഡി സോവിയറ്റ് യൂണിയനാണ്. 20ാമത്തെ ചോദ്യം, ഓപ്പറേഷൻ ഫ്ലഡ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഏതാണ്? ധവള വിപ്ലവമാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 21, താഴെ കൊടുത്തിട്ടുള്ളവയിൽ മൗലികാവകാശമല്ലാത്തത് ഏതാണ്? സ്വത്തവകാശം മൗലികാവകാശം. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 22ാമത്തെ ചോദ്യം, 2002 86 ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ മൗലിക കർത്തവ്യം ഏതാണ്? 6 മുതൽ 14 വയസ്സുവരെ കുട്ടികളെ വിദ്യാലയത്തിലെ രക്ഷിതാക്കളുടെ കടമയാണ്, അത് ശരിയാണ്. അതുപോലെ തന്നെ പൊതുമുതൽ സംരക്ഷണം, അത് തെറ്റാണ്. തുല്യ ജോലിക്ക് തുല്യം, അതല്ല. കുടിൽ വ്യവസായം അല്ല. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ 1 മാത്രമാണ് ശരി. ഓപ്ഷൻ സി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. 23ാമത്തെ ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരാണ്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരാണ്? BR അംബേദ്കർ ആണ്. 24ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമാണ്? പാർലമെന്റ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. 25ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ആരാണ്? എഴുതി തയ്യാറാക്കിയത് ഭരണഘടനാ നിർമ്മാണ സഭയാണ്. പഠിച്ചു വെക്കണം, ഭരണഘടനാ നിർമ്മാണ സഭ. 26ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏത് ജില്ലയിലാണ് സമുദ്രവുമായോ മറ്റ് സംസ്ഥാനങ്ങളുമായോ അതിർത്തി പങ്കിടാത്തത്? ഏത് ജില്ലയാണെന്ന്? ഓപ്ഷൻ എ ആണ്, കോട്ടയമാണ്. 27ാമത്തെ ചോദ്യം, ഇന്ത്യൻ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി ജോൺ ജോസഫ് മർഫിയാണ്. 28ാമത്തെ ചോദ്യം, ഏത് ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം സ്ഥിതി ചെയ്യുന്നത് ശാസ്താംകോട്ട അല്ലേ? കൊല്ലം ജില്ലയിലാണ്. പഠിച്ചു വെക്കണം. 29ാമത്തെ ചോദ്യം, കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ NW3 വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 30ാമത്തെ ചോദ്യം, ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ ഏതാണ്? ഉത്തരായന രേഖയാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. 31ാമത്തെ ചോദ്യം, സിംഹവാലൻ കുരങ്ങുകൾക്ക് പേരുകേട്ട ദേശീയ ഉദ്യാനം ഏതാണ്? സൈലന്റ് വാലിയാണ്. 1984 വന്ന സൈലന്റ് വാലിയാണ് സിംഹവാലൻ കുരങ്ങുകൾക്ക് പേരുകേട്ട ദേശീയ ഉദ്യാനം. 32ാമത്തെ ചോദ്യം, ആതിരപ്പള്ളി വെള്ളച്ചാട്ടം ഏത് ജലാശയത്തിൽ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ ഡി ആണ്, ചാലക്കുടി പുഴയാണ്. 33ാമത്തെ ചോദ്യം, കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? 1 ഇടുക്കിയാണെങ്കിൽ 2 ഓപ്ഷൻ സി ശബരിഗിരിയാണ്. 34ാമത്തെ ചോദ്യം, ഏത് രാജ്യമാണ് ഇന്ത്യയുമായി ഏറ്റവും അധികം കരാതിർത്തി പങ്കിടുന്നത്? ഏതാണ്? ഓപ്ഷൻ ഡി ബംഗ്ലാദേശ്. ഏറ്റവും കുറവ് ഏതാ? അഫ്ഗാനിസ്ഥാനാണ്. 35ാമത്തെ ചോദ്യം, ഉത്തരമഹാസമതലത്തിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ഉത്തരമഹാസമതലത്തിൽ ഓപ്ഷൻ ബി ആണ്, എക്കൽ മണ്ണാണ്. ഉപദ്വീപിയിലാകുമ്പോൾ കറുത്ത മണ്ണാണ്. 36ാമത്തെ ചോദ്യം, പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ്? ഓപ്ഷൻ ഡി ആണ്, ആനമുടിയാണ്. പൂർവ്വഘട്ടത്തിലാണെങ്കിൽ ജിന്താഗാഡയാണ് അല്ലേ? 37ാമത്തെ ചോദ്യം, ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കടലിടുക്ക്? ഓപ്ഷൻ എ പാക് കടലിടുക്കാണ്. 38ാമത്തെ ചോദ്യം, ഹിമാലയൻ നദി അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ ആണ്, ഏതാണ്? കൃഷ്ണ നദിയാണ് അല്ലേ? 39ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത്? ഓപ്ഷൻ ഡി ആണ്, വളപട്ടണമാണ്. 40ാമത്തെ ചോദ്യം, നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന ഏത് കായലിലാണ്? ഏതാണ്? പുന്നമട കായലാണ്. ഓപ്ഷൻ എ ആണ്. പ്രസിഡന്റ് ട്രോഫിയോ? അഷ്ടമുടി കായലാണ്. ജലത്തിലൂടെ പകരുന്ന രോഗമാണ്? ഓപ്ഷൻ എ കോളറയാണ്.
42ാമത്തെ ചോദ്യം, പല്ലിലെ ഇനാമലിന് നാശമുണ്ടാക്കുന്ന ഏത് ആസിഡാണ് ബാക്ടീരിയ വായിൽ നിർമ്മിക്കുന്നത്? ഏതാണ്? ഓപ്ഷൻ സി ലാക്റ്റിക് ആസിഡ് ആണ്. 43ാമത്തെ ചോദ്യം, ഇതിൽ സാംക്രമിക രോഗമല്ലാത്തത് ഏതാ? ഓപ്ഷൻ ബി ആണ്, ക്യാൻസർ ആണ്. 44ാമത്തെ ചോദ്യം, ECGയുടെ പൂർണ്ണ രൂപം ഏതാ? ഇലക്ട്രോ കാർഡിയോഗ്രാഫ് ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 45ാമത്തെ ചോദ്യം, പോഷണ പ്രക്രിയയിലെ വിവിധ ഘട്ടങ്ങളുടെ ശരിയായ ഫ്ലോ ചാർട്ട് കണ്ടെത്തുക. ഓപ്ഷൻ ഏതാണ്? ആദ്യം ആഹാര സ്വീകരണം, ദഹനം, അതുപോലെ തന്നെ ഏതാണ്? ആഗീകരണം, സ്വാംശീകരണം. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. 46, കൂടുതൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഏതാണ്? ഓപ്ഷൻ സി അവിടെ ഉത്തരം വരുന്നത്. പാൻക്രിയാസ് ഒരു ദഹനഗ്രന്ഥിയും അന്തസ്രാവി ഗ്രന്ഥിയുമാണ്. 47, ഏത് ചെടിയുടെ കറയിൽ നിന്നാണ് ഓപ്പിയം വേർതിരിക്കുന്നത്? അതാണ് പോപ്പി ചെടിയാണ്. ഓപ്ഷൻ സി ആണ്. 48ാമത്തെ ചോദ്യം, പുകവലിയിലൂടെ ഉണ്ടാകുന്ന ഒരു രോഗം എംഫസീമയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. 49, ശരിയായ ജോഡി ഏത്? അപ്പം ജീവകം എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന ഏതാണ്? നിശാന്തതയാണ് അല്ലേ. ബിയുടെ കുറവ് മൂലം അല്ലേ ബെർബറി. അതുപോലെ ഓപ്ഷൻ സിയുടെ കുറവ് മൂലം സ്കർവി അല്ലേ ഉണ്ടാവുന്നത്? സ്കർവി. അതുപോലെ ഓപ്ഷൻ ഡിയോ റിക്കറ്റ്സ് ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ 1 3 വരുന്ന ഓപ്ഷൻ 1 3 വരും. അതുപോലെ തന്നെ 2 1 വരുന്ന ഓപ്ഷൻ ഏതാണ് ആ ഉത്തരമായിട്ടുള്ളത്? ഓപ്ഷൻ സി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. 50ാമത്തെ ചോദ്യം, ലാസ്റ്റ് ചോദ്യമാണ്. ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനം ഒരുക്കുന്ന രക്തകോശങ്ങൾ ഏതാണ്? ഓപ്ഷൻ ബി ശ്വേതരക്താണുക്കളാണ്. അപ്പോൾ ഇന്ന് നടന്ന ഡ്രൈവർ എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. 50 GK ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസറാണ്. നിങ്ങളുടെ ഉത്തരങ്ങളൊക്കെ ശരിയാണോ എന്ന് നോക്കുക.